കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു മീം കണ്ടു ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു മീം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് എൻ്റെ സംഭവം അല്ലെങ്കിൽ എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്നറിയാനായിട്ട് ഞാനിതിൻ്റെ പുറകെ പിടിച്ചു പോയി. അപ്പോഴാണ് നമ്മളെല്ലാവരും പറ്റിക്കപ്പെടുക എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. കാരണം പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഒരു വലിയ നുണയാണ്. ഏതാണ്ട് ലോകത്തിൽ ഇതുവരെ ഉണ്ടാക്കിയ പ്ലാസ്റ്റിക്കിൽ 9% മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മാത്രമല്ല വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ റീസൈക്ലിംഗ് എന്നും പറഞ്ഞാൽ അത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചൈന, അതുപോലെ ചൈന ഇപ്പോൾ എടുക്കുന്നില്ല. പിന്നെ അതിനുശേഷം മലേഷ്യ, ഇന്തോനേഷ്യ, അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഇന്ത്യയും അതിനകത്ത് പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ചില പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷവർ ജെൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനകത്ത് ഈ ഒരു നമ്മളെല്ലാവരും സുപരിചിതമായിട്ടുള്ളൊരു ലോഗോയാണ് ഈ ഒരു ആരോസിൻ്റെ ലോഗോ. അപ്പോൾ ഇതിനകത്ത് 6, 7 അങ്ങനെ പല നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടു കഴിയുമ്പോൾ ഇത് റീസൈക്കിൾ ചെയ്യപ്പെടുന്ന സാധനമാണ് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു സംഭവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 തൊട്ട് 6 വരെയുള്ള പല ലിസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 1ഉം 2ഉം കാറ്റഗറി പെടുന്ന സാധനങ്ങൾ മാത്രമേ റീസൈക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ടെക്നിക്കലി പോസിബിൾ ആണ്, പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പ്ലാസ്റ്റിക് കോർപ്പറേഷൻസ് ഒക്കെ ചെയ്ത വലിയൊരു അടവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വൈഡ് യൂസേജ് സ്റ്റാർട്ട് ചെയ്തത് വേൾഡ് വാർ 2 ശേഷമാണ്. അപ്പോൾ അതിൽ തന്നെ വേൾഡ് വാറിന് ഇടയ്ക്ക് പട്ടാളക്കാർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പല സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊഡക്ഷൻ വലിയ ബൂമുണ്ടായി. അപ്പോൾ പോസ്റ്റ് വാറിന് ശേഷം എങ്ങനെ പ്ലാസ്റ്റിക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെ കൺസ്യൂമേഴ്സിന് എത്തിക്കുക എന്നുള്ള കാര്യത്തിനെ പറ്റി ആലോചിച്ചപ്പോൾ അവർ കണ്ടുപിടിച്ചു കൺസ്യൂമർ ഗുഡ്സ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് പോപ്പുലർ ആവും. അപ്പോൾ അങ്ങനെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പോപ്പുലർ ആയത്. ഇപ്പോൾ അറിയാലോ, പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, ഓയിലിൽ നിന്നാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് മുമ്പ് എന്താണ് മനുഷ്യർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയാണ് രസകരമല്ല, ആക്ച്വലി ഇത്തിരി ഒരു സാഡ് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ക്രൂരത. പ്ലാസ്റ്റിക്കിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എസ്പെഷ്യലി ഇപ്പോൾ വെള്ള കളറിലുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം പിയാനോ കീസ്, അതുപോലെ തന്നെ ഈ ബില്യാർഡ്സിൻ്റെ ബോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആനയുടെ കൊമ്പ് കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പണ്ട് വെസ്റ്റേണേഴ്സൊക്കെ ഏഷ്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ വന്നിട്ട് ആനകളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 1 മില്യൺ 10 ലക്ഷത്തോളം ആനകളൊക്കെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ കൊമ്പെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പറയുന്ന പലവിധ സാധനങ്ങൾ, അന്നത്തെ കാലത്ത് വെള്ള നിറത്തിലുള്ള പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആനയുടെ കൊമ്പിൽ നിന്നാണ്. അപ്പോൾ അതൊരു ക്രൂരമായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആൾട്ടർനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തിട്ടാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിലേക്കും പിന്നെ പ്ലാസ്റ്റിക് ഇപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അങ്ങനെ 1980, 90 ആയപ്പോഴേക്കും ഈ പ്ലാസ്റ്റിക്കിനെ പറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയൊക്കെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി പഠനങ്ങളൊക്കെ വന്നു. ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് വർഷങ്ങൾ എടുക്കും അത് ഡീകമ്പോസ് ആവാനായിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വലിയ കോർപ്പറേഷനുകൾ മനസ്സിലായി ആൾക്കാരുടെ ഇടയിൽ തന്നെ പ്ലാസ്റ്റിക്കിനെതിരെ ഒരു വികാരം വളർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ആൾക്കാരുടെ വികാരം എതിരാണെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ്റും ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കിനെതിരെ അവരുടെ പോളിസികളൊക്കെ മാറ്റുമല്ലോ. അപ്പോൾ അതിനെതിരെ ഇവർ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ ചെയ്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PR ക്യാമ്പയിൻ ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ 3 arrows ലോഗോയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കമ്പനിക്കാരുടെ ഉത്തരവാദിത്തമല്ല, അത് കൺസ്യൂമേഴ്സായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളാണ് റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് ഒക്കെ ചെയ്യേണ്ടത്. ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു തലവേദനയില്ല, ഞങ്ങൾക്കിത് എൻവയോൺമെൻറ്റലി ഞങ്ങൾ അതിനെപ്പറ്റി ബോധേടയല്ല എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിൻ്റെ മുകളിലേക്ക് ആ ഒരു ഉത്തരവാദിത്തം വെച്ചു കൊടുത്തു. അപ്പോൾ അതാണ് ഇതുകൊണ്ട് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ടായി, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം റീയൂസും ചെയ്യാം, അതുപോലെ തന്നെ റീസൈക്കിളും ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ എറിഞ്ഞു കളഞ്ഞാൽ പോലും അത് റീസൈക്കിൾ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ, ഭൂമിക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് കൺസ്യൂമേഴ്സിൻ്റെ മുകളിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പ്രൊഡക്ഷൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്നും നമ്മളെല്ലാവരും ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തുള്ള ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 1ഉം 2ഉം കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് പൊതുവെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എവിടെയെങ്കിലും എറിയപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ലാൻഡ് ഫീൽഡിലേക്ക് പോവും, അല്ലെങ്കിൽ കത്തിച്ച് കളയും. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ 1, 2ഉം കാറ്റഗറിയിലുള്ള പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും ഒരു ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിട്ടാണ് മാറുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കമ്പനികളും അത് യൂസ് ചെയ്യാനും പ്രിഫർ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആൾക്കാരുടെ കണ്ണി പൊടിയിടുന്ന ഒരു കോർപ്പറേറ്റ് ട്രിക്കായിരുന്നു ഈ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് വലിയ എഫക്റ്റുള്ള സംഗതിയല്ല, നമ്മളെല്ലാവരും പറ്റിക്കപ്പെടുകയാണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.